നാളെ നീ ഏതെങ്കിലും കഴുക്കോലി കയറി തൂങ്ങിയാലേ അതിന്റെ ഉത്തരവാദിത്വം അപ്പൂന്റെ തലയിലാവുന്ന ഭയന്നിട്ടാ. ആവശ്യത്തിലധികം സ്നേഹം തരികയും എന്നേക്കാൾ ഉപരി വിശ്വസിക്കുകയും ചെയ്തയാൾ പെട്ടെന്ന് തള്ളിപ്പറയുമ്പോ ചോദിക്കുന്ന പണം കൊടുത്താൽ മതി. മുടി നാരിഴ പോലും അവശേഷിക്കാതെ അവരൊന്ന് ചെയ്തോളും. പിന്നീട് ഒരിക്കൽ ഇക്കാര്യത്തെ ചൊല്ലി മൃദുല തന്നെ നിന്റെ നേരെ കൈ ചൂണ്ടിയ നിനക്ക് ഉത്തരമില്ലാതെ നാവ് മരവിക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. ഇങ്ങനെ ഇരട്ട് വിളക്കോളം ചിന്തിച്ചും കരഞ്ഞും ജീവിച്ചു തീർത്തിട്ട് എന്താ ചേച്ചി പ്രയോജനം? നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേ. നിനക്കത് പറയാം. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ വേണുവേട്ടന്റെ സ്വഭാവം ചീത്തയായിരുന്നുവെങ്കിൽ, ഭാര്യയെ മറന്ന് ജീവിക്കുന്ന ആളാണ് വേണുവേട്ടൻ എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനത്ര വേദനിക്കില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്നേഹം തരികയും എന്നേക്കാൾ ഉപരി വിശ്വസിക്കുകയും ചെയ്തയാൾ പെട്ടെന്ന് തള്ളിപ്പറയുമ്പോ, മറ്റൊരു പെണ്ണുമായി ബന്ധം കൂടുമ്പോ സഹിക്കാൻ കഴിയില്ല. എനിക്കെന്നല്ല, ഒരു പെണ്ണിനും. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ലോകത്ത് മറ്റൊരു പെണ്ണിനും കിട്ടാത്ത സൗഭാഗ്യം കിട്ടിയെന്ന് അഹങ്കരിച്ചു. ഒക്കെ പോയില്ലേ. നഷ്ടങ്ങൾ ഓർത്ത് ചേച്ചി ഇങ്ങനെ കരയുമ്പോഴാ ഞങ്ങൾ തോക്കുന്നത്. അവന്റെ മുമ്പില് അവൻ കാണുകെ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എനിക്കതിന് കഴിയോ? എന്തുകൊണ്ട് കഴിയില്ല? ഞാനൊരു പെണ്ണായി പോയതുകൊണ്ട്, 2 കുട്ടികളുടെ അമ്മയായി പോയതുകൊണ്ട്. മോൻ എങ്ങനെയും ജീവിക്കും. അവൻ ആൺകുട്ടിയല്ലേ. ഇവളുടെ കാര്യവും അച്ഛന്റെ സംരക്ഷണവും സ്നേഹവും ഇല്ലാതെ എന്റെ മോള്. നിനക്കറിയോ, ഇന്നലെ കൂടി ഇവള് വേണുവേട്ടനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. മിനിറ്റിന് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക ഇവളുടെ അച്ഛനെ കുറിച്ച്. അച്ഛൻ മരിച്ചുപോയി അല്ലേ അപ്പുമാമ? കേട്ടോ, പറഞ്ഞത് കേട്ടോ? കുട്ടികളുടെ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കട്ടെ ചേച്ചി. അപ്പോ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. എടാ, നീ സംസാരിക്കുന്നതിൽ ഒത്തിരി ആവേശവും തിടുക്കവും കാണുന്നു. പ്രായത്തിന്റെ ആവാം. അത് വേണ്ടെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എങ്ങനെ തിടുക്കപ്പെടാതിരിക്കും? കാലം ചെന്ന കൈമോശം വരുന്നേ ഒരു കൂടപ്പറപ്പിന്റെ ജീവനും ജീവിതവും ആവുമ്പോ. ബോംബെയിലേക്ക് കുടിയേറിയിട്ട് കാലം കുറെ ആയി. അവിടെ ചില നല്ല ബന്ധങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. ചോദിക്കുന്ന പണം കൊടുത്താൽ മതി. മുടി നാരിഴ പോലും അവശേഷിക്കാതെ അവരൊന്ന് ചെയ്തോളും. ഈ കാത്തിരിപ്പ് അർത്ഥമില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ലക്ഷ്യം 1 അല്ല 2. വേണുവും ഊർമിളയും. ശരി, നിന്നെ ഏട്ടൻ പിന്തിരിപ്പിക്കുന്നില്ല. പിന്നെ പദ്ധതികൾ ആസൂത്രിതമാവണം. ഒരിക്കലും ഒരു തരി സംശയം പോലും മൃദുലയ്ക്കുണ്ടാവരുത്. നീ മെനയുന്ന ഏത് തന്ത്രങ്ങൾക്കും പിന്നിൽ കുശാഗ്ര ബുദ്ധിയോടെ പള്ളിക്കൽ രാമകൃഷ്ണൻ എന്ന ഈ രാഷ്ട്രീയക്കാരനുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കൽ ഇക്കാര്യത്തെ ചൊല്ലി മൃദുല തന്നെ നിന്റെ നേരെ കൈ ചൂണ്ടിയ നിനക്ക് ഉത്തരമില്ലാതെ നാവ് മരവിക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. അവന്റെ തോന്നിയാസങ്ങൾ കണ്ടും കേട്ടും കയ്യും കെട്ടി നിൽക്കണമെന്നാണോ ഏട്ടൻ പറയണത്? ഏട്ടൻ അങ്ങനെ പറയില്ല. ഒരു തരത്തിൽ നിന്റെ മനസ്സ് തന്നെ എനിക്കും കുറച്ചുകൂടെ പാകം എത്തിയെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നാളെ ഒത്തുചേരില്ല എന്ന് ഉറപ്പില്ലാത്ത ബന്ധം മുറിച്ചാ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ആലോചിച്ചു വേണമെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങളിൽ തീരുമാനങ്ങൾ മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. പറയുന്നതിനെ പറഞ്ഞു തീരും മുമ്പ് നിഷേധിക്കുക, കണ്ടതിനെ കണ്ടില്ല എന്ന് ആണയിട്ട് പറയുക. അങ്ങനെ മാറ്റാനും മറിക്കാനും കഴിയുന്ന ഒത്തിരി സമവാക്യങ്ങളുള്ള ഒരു രസതന്ത്രമാണ് മോനെ പൊളിറ്റിക്സ്.
ഏട്ടൻ എന്തായി പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എടാ പൂ, തീരുമാനങ്ങൾ നല്ലതാ. ആലോചിച്ച് വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ. അത് നാളെയോ നാളെ ചെന്നോ തിരുത്തേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോവാം. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഇത്തരം തീരുമാനങ്ങളോട് വെറുപ്പാ. ഏട്ടനറിയോ, അവനും മൃദുലേച്ചും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ആ ഇഷ്ടത്തിനെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാണ് ഞാൻ. എനിക്ക് തെറ്റി. അന്ന് അമ്മയോടും ഏട്ടനോടും കൂടെ ഞാനും കൂടെ എതിർക്കാനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മൃദുലേച്ചിക്ക് ഈ ഗതി വരില്ലായിരുന്നു. വീടില്ലവനെ, എന്റെ പെങ്ങളെ തോരാ കണ്ണീരിന് നടുനരകത്തിലാക്കിയിട്ട് അവന് മാത്രം ഒരു സുഖോ? അത് വേണ്ട. ആരൊക്കെ തടഞ്ഞാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. കൊള്ളാം. എവിടെയെങ്കിലും ഒന്ന് പാളുന്നുവെന്ന് തോന്നിയ പദ്ധതികളെ വശങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് മുമ്പോട്ട് തന്നെ നടക്കണം. പിന്നിൽ ഞാനുണ്ടെന്നുള്ള ഉറപ്പോടെ. എനിക്ക് ഒരു മീറ്റിംഗ് ഉള്ളതാ. പിന്നെ നമ്മൾ ഒരുമിച്ച് വന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഓക്കെ? എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നേ? നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരുന്നാലേ ബാക്കിയുള്ളവരെന്താ വായു ഭക്ഷിക്കുവോ? ഓ, ചത്ത ആഴ്ച ഒന്ന് കഴിഞ്ഞിട്ടും അവളുടെ സങ്കടം തീർന്നിട്ടില്ല. ദേ പെണ്ണെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഞാൻ നിന്റെ ജോലിക്കാരിയൊന്നുമല്ല, വെച്ചൊരിക്കൽ ഉരുട്ടി ഊട്ടാൻ. ഓർത്തോർത്തിരുന്ന് കരഞ്ഞോ? ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടല്ലേ പോയിരിക്കുന്നേ. നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു സൽപ്പേരും സമ്പാദ്യത്തിലുണ്ടല്ലോ. അയ്യോ, അതൊക്കെ ഓർത്താ മോൾ എങ്ങനെ കരയാതിരിക്കും? കരഞ്ഞു പോവും, ആരായാലും കരഞ്ഞു പോവും. ചത്ത് തലയ്ക്ക് മിതയായിട്ടും ആ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ വന്ന് അരി അടുപ്പത്തിട്ടില്ലെങ്കിലേ രാത്രി വൈകിട്ട് കാറ്റ് കയറും. ഓ, രണ്ടെണ്ണത്തിനെ പെറ്റുപോയിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുക ബാക്കിയുള്ളവർക്ക് ശല്യത്തിനും. എടി, പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ നീ ഇതാരെ കാണിക്കാനാ? ഇവിടെ ഞങ്ങൾക്കാർക്കും നിന്റെ സങ്കടവും കണ്ണീരും ഒന്നും കാണണ്ട. നേരം വെളുക്കുമ്പോ മുതല് ഒരു മൂലയെ കയറി ചടഞ്ഞങ്ങ് ഇരുന്നാ പിന്നെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. എടി, ഈ പറയുന്നോക്ക നിന്നോടാ. അതങ്ങ് അനുസരിച്ചെന്ന് കരുതി ആകാശം ഇടിഞ്ഞ് വീഴുവൊന്നുമില്ല. ലക്ഷ്മിയേച്ചി, ഞാൻ എന്റെ പാട് നോക്കി ജീവിക്കുക, ആരോടും ഒരു ശല്യത്തിന് വരാതെ. ആകെ ആശ്രയിക്കാനുണ്ടായിരുന്ന, സ്നേഹിക്കാനുണ്ടായിരുന്ന അമ്മയെ പോയത്. ആ നഷ്ടം തീരാൻ ദിവസങ്ങളെടുക്കും. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്തൊരു പെടച്ചിലെ ഉള്ളില്, നെഞ്ചെരിയുന്ന പോലൊരു തോന്നല്. അവസാന നാളില് പാവത്തിനൊരല്പം മനസ്സമാധാനം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സമാധാനം കൊടുത്തെങ്കി ഇപ്പൊ അടിച്ചുരുട്ടി ഇങ്ങി തന്നേനെ. അമ്മയുടെ മരണത്തിന്റെ കഥയും പറഞ്ഞിരുന്ന് കരയാനായിരുന്നെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കേറി പോകുന്നത്? സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഇരിക്കാൻ ഇരുന്നതാ. പട്ടിണി കിടന്നാലും മനസ്സ് തുറന്നത് കരയാനെങ്കിലും അവിടെ കഴിയുമായിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അപ്പോട്ടും വിളിച്ചിട്ട്. അതുകൊണ്ട് മാത്രം. അപ്പോ അങ്ങനെ ഒരു വിവരക്കേട് കാട്ടിയതേ നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നും അല്ല. മറ്റുള്ളവന്റെ കഴുത്തിൽ കയറിടാൻ മിടുക്കരാണല്ലോ നിന്റെ വർഗക്കാര്. നാളെ നീ ഏതെങ്കിലും കഴുക്കോലി കയറി തൂങ്ങിയാലേ അതിന്റെ ഉത്തരവാദിത്വം അപ്പൂന്റെ തലയിലാവൂന്ന് ഭയന്നിട്ടാ. നിന്നോടേ അവന് പുച്ഛമാടി. അമ്മയെ പോലെ തന്നെ മോളും, രണ്ടും ആട്ടക്കാരികൾ തന്നെ. എന്നെ എന്തു പറഞ്ഞോളൂ, പക്ഷേ എന്റെ അമ്മ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യടി? പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അല്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നവള് വാലി പൊക്കുന്നത് കണ്ടോ? തായും തഞ്ചോ നോക്കി കുത്തി നോവിച്ച ഏത് മിണ്ടാപ്പൂച്ചയും വാല് പൊക്കും. സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തേ? പറ, എന്ത് ദ്രോഹമെന്ന്. ജോലി കഴിഞ്ഞു വരുമ്പോ അലക്കുകല്ലിലേക്ക് എറിയുന്ന അഴുക്ക് തുണി പോലും ഞാനാ കഴുകിയിടുന്നേ. എന്നിട്ട് എന്റെ മേൽ കുതിര കയറാൻ വരുന്നു. ഞാനേ പള്ളിക്കൽ തറവാട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. നിങ്ങളെ പോലെ തന്നെ
മാലോകര് കാണാൻ അപ്പോട്ടും കഴുത്തിൽ താലി ഇട്ടുകൊണ്ട് വന്നതാ എന്നെ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നെ നിങ്ങളുടെ ദൃഷ്ടിക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഭർത്താവിന്റെ ഒപ്പം പോയി മാറി താമസിക്കേ. ഉണ്ടല്ലോ ഒരു വീട് അടച്ചുപൂട്ടിയ നിലയിൽ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ആരും ശല്യം ചെയ്യാൻ വരില്ല. കാഴ്ച കാണാൻ കൊള്ളാത്ത എന്നെ കാണാൻ വേണ്ട. അന്യന്റെ ചെലവ് സുഖിക്കുന്നതും പോരാ, അവർക്ക് എന്റെ പെടലിക്ക് കയറില്ല ഉറക്കം വരില്ല. കൊള്ളാവടി. അപ്പൊ ഇതൊക്കെ മനസ്സിലിട്ടോണ്ടാണ് ഇത്രയും കാലം നീ ഇവിടെ കഴിഞ്ഞത്. ഇറങ്ങാം. നിന്റെ സംതൃപ്തിക്കായി ഇന്ന് തന്നെ ഇറങ്ങിത്തരാം. ഇറങ്ങാവടി. ഞാൻ കേട്ടോ അപ്പു, ഇതൊക്കെ നീ കൂടെ അറിഞ്ഞോണ്ടാണോ ഇവൾ എന്നോട് ചോദിക്കുക എനിക്കിവിടെ എന്ത് അവകാശം, കുടുംബത്ത് പോയി താമസിച്ചൂടെ എന്ന്? അവിടെ ഒരു വീടും അടച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് അമ്മയോട് ഇഷ്ടം കൂടി സ്വന്തം പണമൊക്കെ തട്ടാനാണെന്ന്. അതിനാണോ അമ്മ അമ്മയെന്നും അമ്മാവനെന്നും അനിയനെന്നും നാത്തൂനെന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന എനിക്ക് ഇത് തന്നെ വേണം. നീ ഏട്ടത്തിയോട് എന്താടി പറഞ്ഞേ? ഏട്ടത്തിയോട് ഞാനൊന്നും പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയിച്ചതാ. ആഹാ, കേട്ടില്ലേടാ അവിടെ ഒരു അഹങ്കാരം. ഇവളെ നിലയ്ക്ക് നിർത്താൻ നിനക്ക് കഴിവില്ലാത്തോണ്ടാ. ആണാന്നും പറഞ്ഞ് നടക്കാതെ ഇവളുടെ മോന്തക്കിട്ടൊന്ന് കൊടുക്കടാ. ലക്ഷ്മി, ലക്ഷ്മി, രാമകൃഷ്ണേട്ടാ, എന്തടി? എന്തിനാ നീ കരയുന്നേ? രാമകൃഷ്ണേട്ടൻ അറിഞ്ഞോ? ആ മായ എന്നോട് പറയാ എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലെന്നും. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അമ്മയോട് ഇഷ്ടം കൂടി സ്വന്തം പണവും തട്ടിയെടുക്കാനാണെന്ന്. അതിനാണോ ഏട്ടാ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തായാലും അവൾക്ക് എന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ തോന്നിയല്ലോ. വേണോടി, നിനക്കിത് വേണം. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ താമസം വേണ്ട വേണ്ട. അപ്പൊ നീ കേക്കില്ല. നിനക്ക് അമ്മായിയോടും നാത്തൂനോടും പള്ളിക്കൽ തറവാട്ടിനോടും അടങ്ങാത്ത പ്രേമല്ലേ? അപ്പൊ നീ ഇത് കേക്കണം. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്നാ ചെല്ലും, വേഗം ചെല്ലും. അത് തന്നെയാ നല്ലത്. വലിഞ്ഞു കയറി വന്നവരൊക്കെ പോണം. ലക്ഷ്മി, വായിട്ടലിച്ച് വെറുതെ സമയം കളയണ്ട. അകത്തു പോയി എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തിട്ട് വേഗം വാ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. രാമകൃഷ്ണനെ അവൾ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അഭിമാനം വിറ്റുന്ന രാമകൃഷ്ണൻ ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. മക്കള് ചെല്ല്. നിക്ക്, നീ ഇത് എങ്ങോട്ട് പോകാനുള്ള പുറപ്പാടാ? നീ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ തീരുമാനിക്കുന്നതേ അവളല്ല, ഞാനാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി. ഏട്ടൻ എവിടത്തേക്കും പോണ്ട. അല്ലടാ, അത് ശരിയാവൂല. നാളെ വീണ്ടും അവൾ ഇത് തന്നെ പറഞ്ഞ. രാമകൃഷ്ണൻ പറയുന്നതിൽ കാര്യമുണ്ട്. ശത്രുക്കൾ ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നത് ശരിയല്ല. അതുകൊണ്ട് പോകുന്നവർ പൊയ്ക്കോട്ടെ. പറഞ്ഞത് കേട്ടില്ലേ? പോന്നവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന്. മൂത്ത മോനെയും മരുമോളെയും പടിയിറക്കിയിട്ടേ പുന്നാര അനന്തരവളെ സംരക്ഷിക്കാനുള്ള പുറപ്പാടില്ലേ ഇദ്ദേഹം. നിങ്ങളുടെ മനസ്സിലിപ്പം നടക്കില്ല മനുഷ്യനെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കാൻ പോകുന്നില്ല. നിന്നെ ധിക്കരിച്ചതല്ല, ഭാവിയിൽ ഒരു കുടുംബകലഹം ഉണ്ടാകാതിരിക്കാനായി പറഞ്ഞതാ. നിങ്ങളൊന്നും പറയണ്ട. പറഞ്ഞാലൊട്ട് ആരും അത് കേൾക്കാനും പോകുന്നില്ല. ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നതേ നിങ്ങളോ നിങ്ങളുടെ അനന്തരോളോ അല്ല, ഞാനാ. രാമകൃഷ്ണ, ലക്ഷ്മി വിളിച്ചോണ്ട് അകത്തോട്ട് പോ. ചെല്ല്. അമ്മ പറയുന്ന അകത്തേക്ക് ചെല്ല്.